ഇപ്പോഴിതാ സമാധാന ചർച്ചകളെല്ലാം പാളിയിരിക്കുന്നു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കനത്ത താലിബാൻ വെടിവെപ്പിൽ 50ഓളം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം 5 സൈനികർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. 25ഓളം താലിബാൻ തീവ്രവാദികളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പാകിസ്ഥാനും ഇപ്പോൾ അവകാശപ്പെടുന്നു. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള അതിർത്തി ഏറ്റുമുട്ടലിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയ സംഘർഷം സമീപ ദിവസങ്ങളിൽ വർദ്ധിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അഫ്ഗാൻ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഇസ്താൻബുളിൽ യോഗം ചേരുന്നതിനിടെയാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. അതേസമയം 50 പാകിസ്ഥാൻ സൈനികരുടെ മരണത്തിന് താലിബാൻ ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും 2021 താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം അതിർത്തി കടന്നുള്ള ഏറ്റവും തീവ്രമായിട്ടുള്ള ആക്രമണമാണ് ഈ ആക്രമണം അല്ലെങ്കിൽ ഈ ഏറ്റുമുട്ടൽ എന്നാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പ്രചരണ വിഭാഗമായിട്ടുള്ള ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് എക്സിലെ ഒരു പോസ്റ്റിൽ പറയുന്നത്. അടുത്തിടെ ഉണ്ടായിരുന്ന വെടിനിർത്തൽ കരാറിനെ കുറിച്ച് അഫ്ഗാൻ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഇസ്താൻബുളിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതായത് ഇസ്താൻബുളിൽ രണ്ടുപേരും സമാധാന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് ഇപ്പോൾ ഇസ്താൻബുളിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ആക്രമണത്തിൻ്റെ സമയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സൈന്യം പറഞ്ഞത് പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും പ്രതിനിധികൾ തുർക്കിയിൽ ചർച്ചകൾ നടത്തുന്നതിനിടയിലാണ് ഫിത്ന അൽ ഖ്വാർസ്മിയുടെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉണ്ടായത്. സ്വന്തം മണ്ണിൽ നിന്ന് ഉയർന്നു വരുന്ന ഭീകരതയുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടക്കാല അഫ്ഗാൻ സർക്കാരിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ഇത് വലിയ രീതിയിൽ സംശയങ്ങൾ ഉയർത്തുന്നുവെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ അതിർത്തിയിൽ ഫലപ്രദമായിട്ടുള്ള അതിർത്തി മാനേജ്മെൻറ്റ് ഉറപ്പാക്കാൻ പാകിസ്ഥാൻ ഇടക്കാല അഫ്ഗാൻ സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ദോഹ ഉടമ്പടി പ്രകാരമുള്ള ബാധ്യതകൾ പാലിക്കുകയും ഖവാരിജിറ്റുകൾ പാകിസ്ഥാനെതിരെ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നത് തടയുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ താലിബാനെതിരെ സമ്പൂർണ്ണമായിട്ടുള്ള യുദ്ധഭീഷണി മുഴക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.